ചൈനയുടെയും റഷ്യയുടെയും ഭീഷണികളെ വരിഞ്ഞു മുറുക്കാൻ ജപ്പാന്റെ പുതിയ കുടിലതന്ത്രം ചാരലോകത്തേക്ക് നിർണായക നീക്കമാണ് ജപ്പാൻ നടത്താനൊരുങ്ങുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായ ഒരു കേന്ദ്രീകൃത രഹസ്യാന്വേഷണ ഏജൻസി രൂപീകരിക്കാനുള്ള നീക്കമാണ് ജപ്പാൻ നടത്തുന്നത്. അമേരിക്കയുടെ CAA മാതൃകയാക്കിക്കൊണ്ട് രൂപീകരിക്കുന്ന ഈ പുതിയ ഏജൻസിക്കായി തന്നെ അമേരിക്ക, ഓസ്ട്രേലിയ, ജർമ്മനി തുടങ്ങിയ സഖ്യകക്ഷികളുടെ സാങ്കേതിക സഹായവും ഉപദേശവും ജപ്പാൻ തേടിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ തോൽവിക്ക് ശേഷം സുരക്ഷാ രഹസ്യ അന്വേഷണ മേഖലയിൽ അമേരിക്കയെ പ്രധാനമായും ആശ്രയിച്ചിരുന്ന ജപ്പാൻ ഇപ്പോൾ സ്വതന്ത്രമായ ഒരു ആഗോള ശക്തിയായി മാറുന്നതിലുള്ള നിർണായക ചുവടുവെപ്പാണ് നടത്തുന്നത്. നിലവിൽ ജപ്പാനിലെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ പ്രതിരോധ മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, പോലീസ്, മറ്റ് ഏജൻസികൾ എന്നിവയ്ക്കിടയിൽ തന്നെ വിഭജിക്കപ്പെട്ട നിലയിലേക്കായതിനാൽ തന്നെ വിവരശേഖരണത്തിലും വിശകലനത്തിലും ഏകോപന കുറവ് ഉണ്ടായേക്കുമെന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സാന്നിധ്യവും റഷ്യയുടെ ഭൗമരാഷ്ട്രീയ നീക്കങ്ങളും ഉത്തര കൊറിയയുടെ മിസൈൽ ഭീഷണികളും ഉൾപ്പെടെയുള്ള വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലാണ് ജപ്പാന്റെ ഈ നിർണായക തീരുമാനമുണ്ടായിരിക്കുന്നത്. വിദേശ ശക്തികൾ ജപ്പാനെ ചാരപ്രവർത്തനങ്ങൾക്കും ഉപരോധങ്ങൾ മറികടക്കുന്നതിനുമുള്ള കേന്ദ്രമായി തന്നെ ഉപയോഗിക്കുന്നുവെന്ന അമേരിക്കൻ മുന്നറിയിപ്പും അതുപോലെ തന്നെ ടോക്കിയോയുടെ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ അല്ലെങ്കിൽ ആ ഒരു യുദ്ധാനന്തര നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ട് ക്രമേണ മോചിതയായി തന്നെ സ്വന്തം സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജപ്പാൻ പുതിയ രഹസ്യാന്വേഷണ ഏജൻസി രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. ഏഷ്യയിലെ സുരക്ഷാ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഈ നീക്കം ഭാവിയിൽ ജപ്പാനെ സൈനിക രഹസ്യാന്വേഷണ രംഗത്തെ കൂടുതൽ ശക്തമായ ആഗോള കളിക്കാരനാക്കി തന്നെ മാറ്റുമെന്നതാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. സ്വന്തമായി രഹസ്യാന്വേഷണ ഏജൻസി ഇല്ലാത്തതിനാൽ ശത്രുക്കൾ എളുപ്പത്തിൽ രാജ്യത്തേക്ക് കടന്നു കയറുന്നതായും ജപ്പാൻ വിലയിരുത്തുന്നുണ്ട്. റഷ്യ തങ്ങളുടെ പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടക്കാനുള്ള പ്രധാന മാർഗമായി തന്നെ ജപ്പാനെ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇത്തരം വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ രണ്ടാം ലോക മഹായുദ്ധാനന്തര നിയന്ത്രണങ്ങളിൽ നിന്ന് ജപ്പാനെ കൂടുതൽ സ്വതന്ത്രമാക്കുക എന്ന ലക്ഷ്യവുമാണ് അതിന്റെ ഭാഗമായിട്ടാണ് പുതിയ രഹസ്യാന്വേഷണ ഏജൻസി രൂപീകരിക്കുന്നത്. ചാരപ്രവർത്തനങ്ങൾക്കെതിരായ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കാനായി തന്നെ അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി അതായത് CAIയുടെ മാതൃകയിലും ഇത് രൂപീകരിക്കാനാണ് ഇപ്പോൾ ജപ്പാൻ പ്രധാനമന്ത്രി ഇവിടെ കൂടുതലായി തന്നെ ഇക്കാര്യങ്ങളെ കുറിച്ച് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.